ഹായ് ഹലോ വെൽക്കം ടു ഹിയർ ജിയോഗ്രഫിയുടെ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സ്പെഷ്യൽ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ദസ് ഈസ് ദ സ്പെഷ്യൽ. ഈ ചാപ്റ്ററിൽ നിന്നും അഥവാ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം എന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. ഏതാണ് ആ ചോദ്യം? ഇവിടെ ഞാൻ ഒരു ചോദ്യമാണ് പരിചയപ്പെടുക. ബാക്കി ചോദ്യങ്ങൾ എവിടെ കിട്ടും? കമോൺ, നമ്മുടെ ലൈവിലേക്ക് വരിക. ബാക്കി ചോദ്യങ്ങളെല്ലാം അരച്ചു കലക്കി നമ്മൾ അവിടെ നിങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈവിൽ വന്നാൽ മതി, ബാക്കി നമ്മൾ സെറ്റാക്കി തരും. അപ്പോ എന്താണ് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം നമുക്ക് നോക്കാം. നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഫോളോയിങ്. എന്താണ് പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ദ 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. 3 തരത്തിലുള്ള ഫലകാതിർത്തികളുടെ പേരെഴുതുക എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫലകങ്ങളുടെ അതിർത്തികളുടെ തരംതിരിവ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഫലകാതിർത്തികളുണ്ട് അല്ലേ. അതിന്റെ ചലനത്തിന്റെ ബേസിൽ നമ്മൾ പഠിച്ചതാണ്. ആ ഫലകാതിർത്തികളുടെ പേര് എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഫലകാതിർത്തികൾ ഏതാന്ന് കണ്ടെത്തണ്ടേ. മറ്റൊരു ചോദ്യം ഇതേപോലെ ചോദിച്ചത് കണ്ടോ, ബാക്കി നമുക്ക് മനസ്സിലാവും. ദ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിഫറെന്റ് ടെക്ടോണിക് ആക്ടിവിറ്റീസ്. ശരിയാണ്. Substantiates this statement based on the analysis of the tectonic activities occurring different plate margins. നോക്കിയേ, പ്ലേറ്റ് അതിരുകൾ വ്യത്യസ്ത ടെക്ടോണിക പ്രവർത്തനങ്ങളുടെ സവിശേഷതയാണ്. ശരിയാണ് അല്ലേ. പലതരത്തിലുള്ള ടെക്ടോണിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വ്യത്യസ്ത പ്ലേറ്റ് അരികുകളിൽ സംഭവിക്കുന്ന ടെക്ടോണിക പ്രവർത്തനങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവനയെ സാധൂകരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ 3 ചലന രീതികൾ എങ്ങനെയായിരിക്കും പ്ലേറ്റുകളിൽ സംഭവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ 3 ചലന രീതികളെ കുറിച്ച് മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കാം. ആൻസർ നോക്കാം. സി, ആ പ്ലേറ്റ് ബൗണ്ടറീസ് 3 എണ്ണമാണ്. ആ 3 എണ്ണം ദ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ഫസ്റ്റ് വൺ ഡൈവേർജന്റ് ബൗണ്ടറീസ് അഥവാ വിയോജന സീമകൾ എന്ന് നമുക്ക് തന്നെ വിളിക്കാം. 1ാമത്തെ ബൗണ്ടറികളെ നമുക്ക് വിളിക്കാവുന്ന പേര് ഡൈവേർജന്റ് ബൗണ്ടറീസ് അഥവാ വിയോജന സീമകൾ എന്ന് വിളിക്കാം. പേര് പഠിച്ചു വെക്കാം കേട്ടോ. ബാക്കി ഞാൻ എന്ത് ചെയ്യാം പറയാം, ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. 2 കൺവേർജന്റ് ബൗണ്ടറീസ് അഥവാ സംയോജന സീമകളാണത്. കൺവേർജന്റ് ബൗണ്ടറീസ് അഥവാ സംയോജന സീമകൾ ആണ് അടുത്തത്. 3ാമത്തത് ട്രാൻസ്ഫോം ബൗണ്ടറീസ് അഥവാ രൂപാന്തര സീമകളാണ്. ഇങ്ങനെ 3 ഫലകാതിർത്തികളാണുള്ളത്. 3 തരം ഫലകാതിർത്തികളാണുള്ളത്. ഇതിലേത് ഫലകാതിർത്തി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓരോന്നും ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. യെസ്, ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിധത്തിൽ നടക്കുന്നുണ്ട്. കൺവേർജൻസ് ഒക്കർ ബിറ്റ്വീൻ ഓഷ്യാനിക് പ്ലേറ്റ് ആൻഡ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. സംയോജന സീമകൾ എന്ന് പറയുന്ന കൺവേർജന്റ് പ്ലേറ്റ് എന്ന് പറയുന്ന പ്ലേറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അത് 3 തരത്തിൽ നടക്കുന്നുണ്ട്. അതിലാദ്യത്തേതാണ് എന്തെന്ന് പറയുന്നത് ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും തമ്മിലുള്ള സംയോജനം. പ്ലേറ്റുകൾ പല രൂപത്തിലുണ്ട്, നമ്മൾ പഠിച്ചാണേ. പ്ലേറ്റുകൾ എന്തുണ്ട്? സമുദ്രത്തിന്റെ ഫലകമുണ്ട്, കരയുടെ ഫലകമുണ്ട് അല്ലേ. ഈ 2 കരയുടെയും ഒരു സമുദ്രത്തിന്റെ ഫലകവും മറ്റൊരു കരയുടെ ഫലകവും കൂടെ ചേരുന്നതിനെ നമുക്ക് 1ാമത്തെ ടൈപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ കൂട്ടത്തിൽ 1ാമത്തത്. ദെൻ അടുത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവേർജൻസ് ആൾസോ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 ഓഷ്യാനിക് പ്ലേറ്റ്സ്. 2 സമുദ്ര ഫലകങ്ങൾ എന്ത് ചെയ്യുക? കൂടിച്ചേരുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ എന്ത് ചെയ്യുക? കൂടിച്ചേരുന്നതാണ് ആദ്യം പറഞ്ഞ കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യത്തതും ഓഷ്യാനിക് പ്ലേറ്റ്, 2ാമത്തതും ഓഷ്യാനിക് പ്ലേറ്റ്. ഇവർ 2 പേരും കൂടിച്ചേരുക. ഇനി 3ാമത് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്കുള്ളത് 2ഉം കോണ്ടിനെന്റൽ പ്ലേറ്റുകളാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ കൂടിച്ചേരുന്ന 2 പ്ലേറ്റുകളും എന്തായിരിക്കും? കോണ്ടിനെന്റൽ പ്ലേറ്റുകളായിരിക്കും. ഇത് 2ഉമായിരിക്കും കൂടിച്ചേരുന്നത്. ഇത് 2ഉം കൂടിച്ചേരുക. ഇങ്ങനെ 3 സാഹചര്യങ്ങളിൽ സംയോജന സീമകൾ ഉണ്ടാവാം, കൺവേർജന്റ് ബൗണ്ടറീസ് ഉണ്ടാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈവേർജന്റ് ബൗണ്ടറീസ് ആണ് അല്ലെ. ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് തന്നെ ഓർമ്മിക്കാലോ. ഡൈവേഴ്സ് അല്ലെ. ഡിവോഴ്സ് എന്ന് കേട്ടിട്ടില്ലേ നമ്മള് അല്ലെ. വിവാഹമോചനമൊക്കെ നേടുന്ന ഡിവോഴ്സ്. എങ്ങനെയാ ഡിവോഴ്സ്? 2 പേര് ബന്ധം വേർപിരിയുകയാണ് അല്ലെ.
ഭാര്യയും ഭർത്താവും ബന്ധം വേർപിരിയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫലകമായിട്ട് കടന്നിരുന്ന ഒരു വലിയ ഭൂപ്രദേശം രണ്ടായിട്ട് വേർപിരിയുകയാണ് ഇവിടെ ചെയ്യുക. അതാണ് എന്തെന്ന് പറയുക, ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഡൈവേർജന്റ് ബൗണ്ടറീസ് അഥവാ വിയോജന സീമകൾ എന്ന് പറയുന്നത്. വിയോജിക്കുക, പരസ്പരം അകന്നു പോവുക. ഒരു പ്ലേറ്റ് ആയിട്ട് കിടന്നതായിരുന്നത് പിക്ചർ നമ്പർ 1. ഓക്കെ, ഒരു പ്ലേറ്റ് ആയിട്ട് കിടന്നായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അതിനെന്ത് സംഭവിച്ചു? ഒരു വിള്ളൽ സംഭവിച്ചു. ദെൻ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്തായി? ഈ വിള്ളൽ സംഭവിച്ച ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗവും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് തെന്നി നീങ്ങാൻ തുടങ്ങി. ഇതാണ് 3 ഘട്ടങ്ങൾ അതിൽ സംഭവിച്ചത്. ഓക്കെ, ഇത്തരത്തിൽ പരസ്പരം അകന്ന് നീങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് വിയോജക സീമകൾ എന്ന് പറയുന്നത്. എന്താണ് വിയോജക സീമകൾ എന്ന് പറയുന്നത്? വിയോജക സീമകൾ അഥവാ ഡൈവേർജന്റ് ബൗണ്ടറീസ്. ഡൈവേർജന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡിവോഴ്സ് നമ്മൾ ആലോചിച്ചാൽ മതി കേട്ടോ. DIV കാണുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി? ഡിവോഴ്സ് എന്ന് ആലോചിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് ഈസി ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ കൺവേർജന്റ് ബൗണ്ടറീസ് ആണ് അടുത്തത്. കൺവേർജന്റ് ബൗണ്ടറീസ് നമ്മൾ പറഞ്ഞു അല്ലേ, സംയോജിക്കും നമ്മൾ പറഞ്ഞു. യെസ്, നമ്മൾ ലാസ്റ്റ് വൺ പറയാം. ദെൻ ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് വെച്ചാൽ ഈ ബൗണ്ടറീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെൻ നോ ക്രസ്റ്റ് ഈസ് ഡിസ്ട്രോയിഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ദ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ ഹൊറിസോണ്ടലി ദ എറപ്ഷൻസ് ഡു നോട്ട് ഒക്കർ അറ്റ് ദ സെയിം ടൈം. ഇവിടെ എന്തല്ല പ്രത്യേകിച്ച് രൂപീകരണമോ അല്ലെങ്കിൽ ഇറപ്ഷനോ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 2 ഫലകാതിരുകൾ തമ്മിൽ ഒരഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് നോക്കൂ, ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫലകം 2 ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? 2 ഭാഗമായിട്ട് കട്ടായിട്ട് ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് മറ്റൊന്ന് താഴേക്കുമായിട്ട് ഇങ്ങനെ ഒരഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫോം ബൗണ്ടറീസ് അഥവാ രൂപാന്തര സീമകൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഉപരിതലത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അവിടെ ബിൽഡിംഗ് വെക്കാനോ അല്ലെങ്കിൽ മരം നടാനോ ചെടികൾ നടാനോ കൃഷി നടത്താനോ ഒന്നും സാധിക്കില്ല. കാരണം അവിടുത്തെ മണ്ണെപ്പോഴും ഇളകി കുളിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും. അതുകൊണ്ട് അവിടെ ഇത്തരം ആക്ടിവിറ്റീസ് ഒന്നും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സോ ഇതാണ് 3ാമത്തെ തരം ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഏതാണ് അത്? ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആണ്. ഇത് 3ഉം പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിക്കാനോ 3 കൂടെ ഒന്നിച്ച് ചോദിക്കാനോ സാധ്യത ഉണ്ട്. സോ പഠിച്ചു വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എവിടെ വരുന്നു? ലൈവിനകത്ത് വരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് വന്നോളാം. ബാക്കി നമ്മൾ അവിടെ സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ. ദിസ് മീ മാസിൻ സൈനിങ് ഓഫ്.